വെൽക്കം എവരിവൺ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ ഭൂൽ ചുക് മാഫ് എന്ന ഹിന്ദി ചലച്ചിത്രമാണ്. കഥയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നായകനെയും നായികയുമാണ്. നായകൻ്റെ പേര് രഞ്ജൻ, നായികയുടെ പേര് തിത്ലി. അവർ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു. അങ്ങനെ ഇന്നത്തെ രാത്രി ഇവർ രണ്ടുപേരും ആ നാട്ടിൽ നിന്ന് ഓടിപ്പോകാനായി പോവുകയായിരുന്നു. അങ്ങനെ വഴിയിൽ വെച്ച് രണ്ടാളും തമ്മിൽ അതും ഇതും പറഞ്ഞ് വഴക്കാവുന്നു. അതൊരു പോലീസുകാരൻ കണ്ട് രാത്രി റോഡിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നതിന് അവരെ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. തുടർന്ന് രഞ്ജൻ്റെയും തിത്ലിയുടെയും വീട്ടിൽ നിന്ന് ആളുകളെ വിളിപ്പിക്കുന്നു. പോലീസുകാരൻ കാര്യങ്ങൾ രണ്ടുപേരോടും അന്വേഷിക്കുമ്പോൾ അങ്ങനെ രണ്ടാളും പ്രണയത്തിലാണെന്നും അവർ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറയുന്നു. തിത്ലിയുടെ വീട്ടുകാർക്ക് ആർക്കും ഈ കല്യാണത്തിനോട് താല്പര്യമില്ലായിരുന്നു. തിത്ലിയുടെ അച്ഛനപ്പോൾ പറയുന്നു, ഇവനെപ്പോലൊരു വായി നോക്കിക്ക് ആര് പെണ്ണ് കൊടുക്കും? ജോലിയില്ലാതെ തെക്കും വടക്കും നോക്കി നടക്കുന്ന ഇവന് ഞങ്ങളുടെ മോളെ എങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കും? പോലീസുകാരൻ പിന്നെ നിങ്ങളെന്താ ഇങ്ങനെ, അവൻ രണ്ടാളും ഇഷ്ടപ്പെടുന്നതല്ലേ, വിട്ടുകൊടുക്ക്, അങ്ങനെയൊക്കെ കുറേ പറയാം. അപ്പോൾ തിത്ലിയുടെ അച്ഛൻ പറയും, 2 ആഴ്ചയ്ക്കുള്ളിൽ ഇവനൊരു സർക്കാർ ജോലി വാങ്ങിയാൽ ഇവന് ഞാൻ എൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാം. അതല്ല ഇവൻ അപ്പോഴേക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ എൻ്റെ വീടിൻ്റെ 500 മീറ്റർ ചുറ്റളവിനുള്ളിൽ ഇവനെ കണ്ടുപോകരുതെന്നും പറയും. അങ്ങനെ ഇത് സമ്മതിച്ചുകൊണ്ടൊരു കോംപ്രമൈസ് ഉണ്ടാകുന്നു. അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. രഞ്ജൻ്റെ വീട്ടിൽ അന്നേ ദിവസം രാത്രി എല്ലാവരും കൂടി ഇരുന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അപ്പോൾ രഞ്ജൻ്റെ അനുജത്തി, അവളുടെ പേരാണ് ക്യാരി, അവൾ അവനോട് പറയും, ഒരു വഴിയുണ്ട്, എനിക്കൊരാളെ അറിയാം, ആ ആൾ നിന്നെ ഹെൽപ്പ് ചെയ്യും. ഇത് കേട്ട് രഞ്ജനും ഒരുപാട് ഹാപ്പിയാകും. അങ്ങനെ പിറ്റേ ദിവസം ഇവരാളെ കാണാനായി പോകുന്നു. അത് വേറെ ആരും ആയിരുന്നില്ല, അവളുടെ ബോയ്ഫ്രണ്ടായ സുശീൽ തന്നെയായിരുന്നു. അപ്പോൾ രഞ്ജൻ അവിടെ ഇരുന്ന് ആലോചിക്കും, ഇവനെങ്ങനെയാ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? കുറേ നേരം കൊണ്ട് അവൻ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമായിരിക്കും. ഇത് കണ്ട് രഞ്ജൻ ഒരുപാട് ദേഷ്യം വരും. അവൻ അവിടെ നിന്ന് എണീറ്റ് പോകാനായിട്ട് പോകും. അപ്പോൾ അവനെ അവിടെ പിടിച്ചിരുത്തുന്നു. എന്നിട്ട് സുശീൽ അവനോട് പറയും, നിങ്ങളെ സഹായിക്കാൻ ഭഗവാൻ മാത്രമേ ഇനി സാധിക്കുകയുള്ളെന്ന്. അപ്പോൾ രഞ്ജൻ പറയും, ഭഗവാനോ? ദൈവത്തിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാനാണെങ്കിൽ എനിക്ക് അമ്പലത്തിൽ പോയാൽ പോരെ, അതിന് ഇവൻ്റെ അടുത്ത് എന്തിനാണ് വരുന്നത്? ആ രീതിയിൽ സംസാരിക്കും. അപ്പോൾ സുശീൽ പറയും, ഞാൻ ആ ഭഗവാന്റെ കാര്യമല്ല പറഞ്ഞത്, ഇത് വേറെ ഭഗവാൻ ദാസ്. അയാളെ ചെന്ന് കണ്ട് എന്തെങ്കിലും ക്യാഷൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആളൊരു ജോലി ശരിയാക്കി കൊടുക്കും. അതായിരുന്നു അയാളുടെ പണി. അങ്ങനെ അവർ ചെന്ന് ഭഗവാൻ ദാസിനെ കാണുന്നു. അയാൾ പറയും, ജോലിയൊക്കെ ശരിയാക്കി തരാം, പക്ഷെ 2 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ടും 6 ലക്ഷം രൂപ ജോലി ശരിയാക്കി കഴിഞ്ഞും തരണമെന്ന്. രഞ്ജൻ ഇത് കേട്ട് ഞെട്ടും. അവൻ്റെ കയ്യിൽ അങ്ങനെ അത്രത്തോളം പൈസ കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ അമ്മ ഒരു അച്ചാർ കമ്പനി നടത്തുമായിരുന്നു. അവൻ്റെ അച്ഛനും കാര്യമായിട്ട് അങ്ങനെ വലിയ ജോലിയൊന്നുമില്ല, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവന് വീട്ടിൽ പൈസയുടെ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അവനും വേറെ ഒരു വഴിയും ഇല്ലായിരുന്നു പൈസയൊന്നും ശരിയാക്കാൻ. പക്ഷെ അവൻ ഇതിന് സമ്മതിക്കും. കാരണം അല്ലാതെ ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ അവനൊരു സർക്കാർ ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ അവരവിടെ നിന്ന് പോരുന്നു. പിന്നീട് കാണുന്നത് രഞ്ജൻ തിത്ലിയെ ചെന്ന് കാണുന്നതാണ്. അവൻ നടന്ന കാര്യങ്ങളൊക്കെ അവളോട് പറയുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം അവൾ പറയും, 6 ലക്ഷത്തിൻ്റെ കാര്യം നീ മറന്നേക്ക്, ബാക്കി 2 ലക്ഷം രൂപ കിട്ടാനുള്ള വഴി നോക്കാൻ പറയുന്നു. കാരണം 6 ലക്ഷം രൂപ അവളുടെ വീട്ടിൽ നിന്ന് സ്ത്രീധനമായിട്ട് കൊടുക്കാം, പക്ഷെ 2 ലക്ഷം രൂപ ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണമല്ലോ, അത് എങ്ങനെയെങ്കിലും ശരിയാക്കാൻ അവൾ അവനോട് പറയുന്നു. അങ്ങനെ ആലോചിച്ചിട്ട് 2 ലക്ഷം രൂപ കിട്ടാനുള്ള ഒരു വഴിയും ഇല്ലാഞ്ഞിട്ട് അവസാനം അവൾ അവളുടെ അമ്മയുടെ കുറച്ച് സ്വർണം 2 ലക്ഷം രൂപയ്ക്ക് പണയം വയ്ക്കുന്നു. എന്നിട്ട് അത് രഞ്ജന് കൊടുക്കുന്നു. ആ പണവുമായി രഞ്ജൻ ഭഗവാൻ ദാസിൻ്റെ അടുത്ത് ചെല്ലുന്നു. കുറച്ച് ദിവസത്തിനകം നിനക്കൊരു സർക്കാർ ജോലി ഉറപ്പായിട്ടും ശരിയാക്കാമെന്ന് അയാൾ അവനോട് പറയുന്നു. അങ്ങനെ രഞ്ജൻ ഈ സന്തോഷ വാർത്ത ആദ്യം തിത്ലിയോട് തന്നെ വിളിച്ചു പറയുന്നു. അവളും ഇത് കേട്ട് ഒരുപാട് സന്തോഷിക്കും. പിന്നീട് കാണുന്നത് അടുത്ത ദിവസം രഞ്ജൻ അറിയുന്നു ഭഗവാൻ ദാസ് തൻ്റെ പണവുമായി നാട് വിട്ടുവെന്ന്. അവൻ അതറിഞ്ഞ് വല്ലാതെ ടെൻഷനാകും. എന്ത് ചെയ്യണമെന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. രഞ്ജൻ്റെ മാമനും കൂട്ടുകാരനും കൂടി ഒരുപാട് ഭഗവാൻ ദാസിനെ തിരയുന്നു. പക്ഷെ അയാളെ പോയിട്ട് അയാളുടെ ഒരു അറിവ് പോലും അവർക്ക് എങ്ങൊന്നും കിട്ടുന്നില്ല. രഞ്ജൻ ഈ കാര്യങ്ങളെല്ലാം തിത്ലിയോട് പറയുന്നു. അവൾ അവനെ ഒരുപാട് കുറ്റം പറയുന്നു.
കാശും പോയി, ജോലിയും കിട്ടിയില്ല, സ്വർണവും പോയി. ഒരു കാര്യം ചെയ്യാം, എൻ്റെ കല്യാണം ആകുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം, നീ വരണം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ കാണുന്നത് രഞ്ജൻ ഒരു പൂജാരിയെ കാണുന്നതാണ്. കാരണം അവൻ കേട്ടിരുന്നു മനസ്സിലുള്ള ആഗ്രഹം നടക്കാൻ ശിവഭഗവാനെ എന്തെങ്കിലും വഴിപാട് നടത്തണമെന്ന്. അങ്ങനെ അവൻ ആ പൂജാരിയോട് അവൻ്റെ പ്രശ്നത്തിന് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. അയാൾ അവനോട് ഗോമാതാവിൻ്റെ പാല് കൊണ്ടുവന്ന് ശിവലിംഗം അഭിഷേകം ചെയ്യാൻ പറയുന്നു. എന്നിട്ട് മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്ന് പറഞ്ഞിട്ട് തന്നെ കൊണ്ട് പറ്റുന്ന ഒരു പ്രതിഫലം ചെയ്യാമെന്ന് പറയാൻ പറയുന്നു. അവൻ ഉടൻ തന്നെ പാല് കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യുന്നു. പക്ഷേ എന്ത് പ്രതിഫലമായിട്ട് ചെയ്യണമെന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. അതിനകത്ത് അവനെന്തോ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഒരുപാട്. ആദ്യം അവൻ പ്രാർത്ഥിക്കും, ഭഗവാനെ എനിക്കൊരു സർക്കാർ ജോലി കിട്ടുവാണെങ്കിൽ ഞാൻ എൻ്റെ തല മുണ്ടനം ചെയ്തോളാമെന്ന്. പക്ഷെ പിന്നെ അവൻ ആലോചിക്കും, തല മുണ്ടനം ചെയ്ത തലമുടി മുഴുവൻ പോവല്ലോ, അപ്പോൾ അവൻ കല്യാണത്തിന് എന്ത് ചെയ്യും? മുട്ടത്തലയായിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് പിന്നെ അവനൊരു നിത്യ ബ്രഹ്മചാരി ആവാമെന്ന് പറയും. പക്ഷേ അപ്പോൾ അവൻ ഓർക്കും, ബ്രഹ്മചാരി ആയിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റും? അവന് കല്യാണം കഴിക്കാനാണല്ലോ അവൻ ഈ ജോലി വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് അവൻ അത് വേണ്ടെന്ന് വെക്കും. പിന്നെ അവൻ തിങ്കളാഴ്ച വ്രതം എടുക്കാമെന്ന് പറയും. പക്ഷെ അവന് വ്രതം എടുക്കാനൊന്നും വയ്യായിരുന്നു. അതുകൊണ്ട് അവൻ അതും വേണ്ടെന്ന് വെക്കുന്നു. അങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് അവസാനം അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അതായത് അഭിഷേകം മാത്രം ചെയ്തിട്ട് എന്ത് പ്രതിഫലം ചെയ്യുമെന്ന് പറയാതെ അവൻ പോകുന്നു. അങ്ങനെ പിറ്റേ ദിവസം രഞ്ജൻ ഒരു ഗുഡ് ന്യൂസ് കേട്ടാണ് എഴുന്നേൽക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ഭഗവാൻ ദാസ് തിരിച്ചെത്തിയിരിക്കുന്നു. അതുപോലെ അവന് സർക്കാർ ജോലിയും കിട്ടിയിരിക്കുന്നു. ഇത് കേട്ട് അവൻ ഒരുപാട് സന്തോഷിക്കുന്നു. ശരിക്കും ഭഗവാൻ ദാസ് പൈസയും കൊണ്ട് ഓടിപ്പോയതല്ല, രഞ്ജൻ്റെ ജോലി ശരിയാക്കാനായി പോയതാണ്. മറുവശത്ത് തിത്തിലിയുടെ പെണ്ണ് കാണൽ നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ആ സമയം രഞ്ജൻ ഫോൺ ചെയ്ത് തനിക്ക് സർക്കാർ ജോലി കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ രഞ്ജൻ്റെയും തിത്തിലിയുടെയും കല്യാണം ഉറപ്പിക്കുന്നു. പിന്നീട് ഇരുവരുടെയും വീട്ടിൽ അവരുടെ ഹൽദി നടക്കുന്നു. അങ്ങനെ വളരെ ഹാപ്പിയായി അവർ ഹൽദി ആഘോഷിക്കുന്നു. അടുത്ത ദിവസം രഞ്ജൻ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ വീണ്ടും ഹൽദി പ്രിപ്പറേഷൻ അവൻ്റെ വീട്ടിൽ നടക്കുന്നതായി കാണുന്നു. അവൻ്റെ അമ്മ അവനോട്, നീ ഇവിടെ എന്ത് ചെയ്യുക, റെഡി ആവാൻ പറയുന്നു. പക്ഷേ അപ്പോൾ അവൻ അവരോട് ചോദിക്കുന്നു, ഹൽദി കഴിഞ്ഞതല്ലേ, പിന്നെയും എന്താ ഇത് ഹൽദി തന്നെ വീണ്ടും നടക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അമ്മ പറയും, നിനക്കെന്താ വട്ട് പിടിച്ചോ, ഇന്നാണ് നിൻ്റെ ഹൽദി കഴിഞ്ഞിട്ടൊന്നുമില്ല, നീ കല്യാണത്തിൻ്റെ ആ എക്സൈറ്റ്മെൻറ്റോട് നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നതായിരിക്കും, ഇന്നാണ് നിൻ്റെ ശരിക്കുള്ള ഹൽദി എന്ന് പറയും. അപ്പോൾ അവൻ ഡേറ്റ് ചോദിക്കും. അതായത് 29-ാം തീയതി ആയിരുന്നു അവൻ്റെ ഹൽദി നടന്നത്. അപ്പോൾ ഹൽദി കഴിഞ്ഞെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം 30 ആയിരിക്കുമല്ലോ. അപ്പോൾ അവൻ ചോദിക്കും, ഇന്ന് 30-ാം തീയതി അല്ലേ എന്ന്. അപ്പോൾ അവൻ്റെ അമ്മ പറയും, അല്ല, ഇന്നാണ് 29, നിനക്ക് കുറേ തോന്നുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവനെ ഓടിച്ചു വിടുന്നു. അപ്പോൾ അവൻ ക്യാരിയെ കാണും. അവൻ അവളോട് ചോദിക്കും, ഇന്നത്തെ ഡേറ്റ് എത്ര എന്ന്. അപ്പോൾ അവൾ പറയും 29 എന്ന്. അപ്പോൾ അവൻ പറയും, അതെങ്ങനെ ശരിയാവും, ഇന്ന് 30 അല്ലേ. അപ്പോൾ അവൾ പറയും, അല്ല, ഇന്ന് 29, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ അവൻ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അവൾ പറയും, ഇത് ദേജാവു ആണെന്ന്, നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ നടന്നു തോന്നുന്ന ഒരു തരം തോന്നലാണ് ഈ ദേജാവു എന്ന് പറയുന്നത്. അവൾ അത് അവനോട് പറയും. അപ്പോൾ അവനും വിചാരിക്കും, അന്ന് എനിക്കങ്ങനെ തോന്നിയതായിരിക്കും. അതും പറഞ്ഞാൽ വീണ്ടും അവർ ഹൽദിയൊക്കെ നടക്കുന്നു. പിറ്റേ ദിവസം അവൻ വീണ്ടും എഴുന്നേൽക്കുമ്പോൾ അതേ ഹൽദി ദിവസം. അതായത് അവനൊരു ലൂപ്പിൽ പെട്ട പോലെ വീണ്ടും വീണ്ടും ഇങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇതെന്താ സംഭവം എന്നറിയാതെ ഇവൻ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആവും. ആ സമയത്താണ് അവന് തോന്നിയത്, അവൻ ആഗ്രഹിച്ച കാര്യം നടന്നല്ലോ, അപ്പോൾ അവൻ അതിന് പ്രതിഫലമായിട്ട് ഒരു കാര്യവും ചെയ്തില്ലല്ലോ. അതവൻ ഓർത്തിട്ട്, പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അവൻ അറിയില്ലല്ലോ. അപ്പോൾ അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങും. അതായത് ഇപ്പോൾ ആദ്യം അവൻ തല മുണ്ടനം ചെയ്യുമെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അവൻ ആ കാര്യം ആദ്യം ചെയ്യും, എന്നിട്ട് പിറ്റേ ദിവസം വെയിറ്റ് ചെയ്യും. അപ്പോഴും വീണ്ടും ഹൽദിയുടെ ദിവസം വരും. അങ്ങനെ അവൻ പറഞ്ഞ ഓരോ പ്രതിഫലങ്ങളും അവൻ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അതൊന്നും വർക്കാവത്തില്ല. എന്തൊക്കെ ചെയ്തിട്ടും ഒന്നും ശരിയാവുന്നില്ല. അവൻ ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്നു. ആരോടും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അത് സത്യമാണെന്ന് ആരും വിശ്വസിക്കുന്ന പോലുമില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അവന് മനസ്സിലാവുന്നില്ല. അങ്ങനെ രഞ്ജൻ ആ പൂജാരിയെ പോയി കാണുന്നു. അദ്ദേഹത്തോടെ എല്ലാ കാര്യങ്ങളും പറയും.
അപ്പോൾ പൂജാരി പറയും, നിനക്ക് കിട്ടിയ ഫലം മൂലം നീ ആരുടെയോ മനസ്സ് ദുഃഖിപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ച് അത് നീ തിരുത്തണം. അപ്പോൾ എല്ലാം പഴയതുപോലെ ആവും. പിറ്റേ ദിവസം വീണ്ടും രഞ്ജൻ ഉണരുന്നു. അപ്പോൾ ഹൽദിയുടെ ദിവസം. അവൻ എല്ലാവരോടും വളരെ നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നു. വീട്ടിലുള്ളവരോടും തിത്ലിയുടെ വീട്ടിലുള്ളവരോടും എല്ലാം അവൻ നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നു. എല്ലാവരോടും നല്ല സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഒക്കെ രഞ്ജൻ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യാൻ തുടങ്ങി. തിത്ലിയുടെ അച്ഛൻ്റെ അടുത്ത് വരെ ചെന്ന് മാപ്പ് ചോദിക്കുന്നു. അങ്ങനെ എല്ലാം ശരിയായി കാണുമെന്ന വിശ്വാസത്തോടെ അവൻ വീണ്ടും ഉറങ്ങുന്നു. പുലർച്ചെ എഴുന്നേൽക്കുമ്പോൾ അവൻ വീണ്ടും ഞെട്ടുന്നു. കാരണം വീണ്ടും ഹൽദിയുടെ ദിവസം. അവൻ ആകെ വിഷമത്തിലാവുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പിന്നീട് അവൻ ഒരു പാലത്തിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവൻ പാലത്തിൽ നിന്ന് ചാടുന്ന സമയം അവൻ്റെ ഒപ്പം വേറൊരാളും കൂടി പാലത്തിൽ നിന്ന് ചാടുന്നു. അതാണ് അമീദ് അൻസാരി. അങ്ങനെ ഇവനെ കണ്ടതും രഞ്ജൻ അവനെ രക്ഷിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവനെ രക്ഷിച്ചെടുക്കുന്നു. എന്നിട്ട് അവനോട് ചോദിക്കുന്നു, എന്തിനാ നീ ഇങ്ങനെ ചെയ്യാൻ പോയത്? അപ്പോൾ അവൻ പറയും, എനിക്ക് സർക്കാർ ജോലി കിട്ടിയില്ലെന്ന്. അപ്പോഴാണ് രഞ്ജന് തോന്നുന്നത്, ശരിക്കും ഇവൻ്റെ പ്രശ്നമാണ് താൻ തീർക്കേണ്ടത്. രഞ്ജൻ അമിതിനോട് ചോദിക്കും, നിനക്ക് ജോലി കിട്ടിയാൽ നീ മരിക്കാതിരിക്കുമോ? അപ്പോൾ അവൻ പറയും, അതെ, ഞാൻ ജോലി കിട്ടിയാൽ മരിക്കില്ല. അങ്ങനെ പിന്നീട് രഞ്ജൻ അമിതിനെയും കൊണ്ട് ഭഗവാൻ ദാസിൻ്റെ അടുത്ത് ചെല്ലുന്നു. എന്നിട്ട് അവനൊരു ജോലി ശരിയാക്കണമെന്ന് പറയും. അപ്പോൾ അയാൾ പറയും, ശരി, പൈസ തരുമോ, ഞാൻ ശരിയാക്കാമെന്ന് പറയും. അപ്പോൾ അമിത് ഇതിന് സമ്മതിക്കില്ല. പൈസ കൊടുത്ത് താൻ ജോലി വാങ്ങില്ലെന്ന് അവൻ പറയും. രഞ്ജൻ അവനെ കൺവിൻസ് ചെയ്യാനൊക്കെ നോക്കും. നീ പൈസയൊന്നും കൊടുക്കണ്ട, ഞാൻ തന്നെ പൈസയൊക്കെ കൊടുത്തോളാം, അങ്ങനെയൊക്കെ കുറേ പറഞ്ഞു നോക്കും. പക്ഷെ അവൻ അതൊന്നും കേൾക്കില്ല. അപ്പോൾ ഭഗവാൻ ദാസ്, ആഹാ, ഈ മഹാൻ്റെ പേരെന്താണ് അങ്ങനെ ചോദിക്കും. അപ്പോൾ അവൻ പറയും, അമീദ് അൻസാരി എന്ന്. അപ്പോൾ ഭഗവാൻ ദാസ് ഒന്ന് ഞെട്ടും. എന്നിട്ട് അവൻ അവിടുന്ന് പോകും. പിന്നെ രഞ്ജൻ ഭഗവാൻ ദാസിനോട് പറയും, അവനൊരു പാവം പയ്യനാ, അവൻ സർക്കാർ ജോലി കിട്ടാത്തതുകൊണ്ട് മരിക്കാൻ വേണ്ടി നടക്കുക, അങ്ങനെയൊക്കെ പറയും. അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ, പക്ഷെ അവനതിനെ സമ്മതിക്കുന്നില്ലല്ലോ. ആ സമയം ഭഗവാൻ ദാസ് പറയും, നിനക്ക് അവനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ ജോലി കളയേണ്ടി വരും. അപ്പോൾ അവൻ എന്താ കാര്യമെന്ന് തിരക്കും. അപ്പോൾ ഭഗവാൻ ദാസ് പറയും, അവൻ്റെ പേര് മാറ്റിയിട്ടാണ് ഞാൻ നിൻ്റെ പേര് ചേർത്തതെന്ന് പറയും ആ ലിസ്റ്റിൽ. ഇത് കേൾക്കുമ്പോൾ രഞ്ജൻ ഷോക്കാവും. അവൻ ജോലി വേണ്ടെന്ന് വെച്ചാൽ അത് അമീദിന് കിട്ടും. അപ്പോൾ അവൻ മരിക്കാതിരിക്കും. പക്ഷേ ജോലിയില്ലെങ്കിൽ തിത്ലിയുടെയും രഞ്ജൻ്റെയും കല്യാണം മുടങ്ങും. അപ്പോൾ കല്യാണം നടക്കില്ല. അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കും. അവൻ്റെ കൂട്ടുകാരോട് അവൻ ഈ കാര്യം പറയുമ്പോൾ അവർ പറയും, ജോലി കിട്ടിയില്ലെങ്കിൽ തിത്ലിയുടെയും രഞ്ജൻ്റെയും കല്യാണം നടക്കില്ല. അപ്പോൾ ജോലി കളയാൻ പറ്റില്ല. അമീദിൻ്റെ കാര്യം വിട്ടേക്ക്, അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാം, ജോലിയൊന്നും കളയണ്ട, അത് ശരിയാകത്തില്ലെന്ന് അവർ പറയും. അങ്ങനെ ഓരോ ദിവസവും രഞ്ജൻ പാലത്തിൻ്റെ അടുത്ത് ചെല്ലും, അമീദിനൊപ്പം ചാടും, അവനെ രക്ഷിക്കും, അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. രഞ്ജൻ ഒരുപാട് കാര്യങ്ങൾ അവന് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, പൈസയും അങ്ങനെ കുറേ കാര്യങ്ങൾ അവനോട് ചെയ്യാമെന്ന് പറയും. പക്ഷെ അവൻ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. രഞ്ജൻ അമീദിനോട് ചോദിക്കും, നിനക്ക് എന്തുകൊണ്ട് ഈ ജോലി വേണ്ടതെന്ന്. അപ്പോൾ അമീദ് പറയും, അവൻ്റെ ഗ്രാമത്തിൽ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവൻ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഗ്രാമത്തിലെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റും. അതിനുവേണ്ടിയായിരുന്നു അവൻ കഷ്ടപ്പെട്ട് പഠിച്ചത്. പേപ്പറും ഈസി ആയിരുന്നു. അവൻ്റെ അച്ഛൻ ഗ്രാമം മുഴുവൻ മിഠായി വരെ വിതരണം ചെയ്തു. എല്ലാം ഹാപ്പിയായിട്ട് തന്നെ നടന്നു. പക്ഷേ ഫൈനൽ ലിസ്റ്റിൽ അവൻ്റെ പേരുണ്ടായിരുന്നില്ല. ഇത് പറഞ്ഞ് അമീദ് ഒരുപാട് വിഷമിക്കും. അപ്പോൾ രഞ്ജന് തോന്നും ഈ ജോലി അവൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത്. അങ്ങനെ അവൻ ആ ജോലി അവന് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കും. ഈ കാര്യം തിത്ലിയോട് അവൻ ചെന്ന് പറയും. പക്ഷെ അവൾ അതൊന്നും മനസ്സിലാക്കിയില്ല. അവളവനോട് പറയും, അമീദിൻ്റെ കാര്യമൊക്കെ വിട്, നമ്മുടെ കാര്യം ആലോചിക്കുക, ഈ ജോലി നമുക്ക് എത്ര ഇമ്പോർട്ടൻ്റാണ്, അതുകൊണ്ട് ഈ ജോലി നീ അവന് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മരിക്കും എന്ന് അവൾ പറയും. ഇത് കേൾക്കുമ്പോൾ ഒന്നും കൂടി രഞ്ജൻ വിഷമത്തിലാകും.
പിന്നീട് അവൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു. ആ സമയം അവൻ പൂജാരിയെ കാണും. അപ്പോൾ പൂജാരി അവനോട് പറയും, കർമ്മം എന്താണോ അത് ചെയ്യൂ, ഫലത്തെപ്പറ്റി ചിന്തിക്കാതെ. അങ്ങനെ രഞ്ജൻ അവസാനം അവൻ്റെ ജോലി ഉപേക്ഷിക്കുന്നു. പിറ്റേ ദിവസം അവൻ ഉണരുമ്പോൾ ഡേറ്റ് 29 അല്ലായിരുന്നു, 30 അവൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ എല്ലാവരും കല്യാണത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എല്ലാവരും വളരെയധികം സന്തോഷത്തിലുമായിരുന്നു. അങ്ങനെ കല്യാണത്തിൻ്റെ സമയമാകുമ്പോൾ രഞ്ജൻ എല്ലാവരോടും താൻ ജോലി ഉപേക്ഷിച്ചു എന്ന് പറയും. എല്ലാവരും അവനെ ഒരുപാട് കുറ്റപ്പെടുത്തും. തിത്തിലിയും അവൻ്റെ കൂടെ നിന്നില്ല. അവളും അവനെ ഒരുപാട് കുറ്റപ്പെടുത്തും. അങ്ങനെ കല്യാണം മുടങ്ങുന്നു. ആ സമയം ഭഗവാൻ ദാസ് അവിടേക്ക് വരുന്നു. എന്നിട്ട് പറയും, ഇവൻ എന്തൊരു മണ്ടനാണ്. ഇന്നിവൻ്റെ മണ്ടത്തരം കാരണം അവൻ്റെ കല്യാണം തന്നെ മുടങ്ങിയിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് ആരാണ് മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുക, മറ്റുള്ളവരുടെ വേദനകളെപ്പറ്റി ചിന്തിക്കുക? പക്ഷേ ഇവൻ ചിന്തിച്ചു. ഇവൻ മറ്റൊരാളുടെ സന്തോഷത്തിനായി സ്വന്തം ജോലി തന്നെ ആൾക്ക് കൊടുത്തു. നമ്മുടെ ഈ സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാരും സ്വന്തം കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച് ആരും തന്നെ ഓർക്കാറ് കൂടിയില്ല. ആ സ്ഥാനത്താണ് നീ സ്വന്തം കാര്യം പോലും നോക്കാതെ മറ്റൊരാൾക്ക് വേണ്ടി ത്യാഗം ചെയ്തത്. പക്ഷെ അതുകൊണ്ട് നീ എല്ലാവരുടെയും കണ്ണിൽ കുറ്റക്കാരനായി. ഞാൻ ഒരുപാട് പേർക്ക് ജോലി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആരും നിന്നെ പോലെ ആയിരുന്നില്ല. അവരാരും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. നീ അമിതിനെ മാത്രമല്ല രക്ഷിച്ചത്, അവന് കൂടെയുള്ള എല്ലാവരെയുമാണ് നീ രക്ഷിച്ചത്. ഇങ്ങനെ ഭഗവാൻ ദാസ് രഞ്ജനോട് പറയും. പിന്നീട് ഭഗവാൻ ദാസ് തിത്തിലിയോട് പറയും, ജീവിത പങ്കാളിയെ ഒരുപാട് കിട്ടും, പക്ഷെ നല്ല ജീവിത പങ്കാളിയെ കിട്ടാൻ വളരെ പാടാണ്. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും രഞ്ജൻ ചെയ്തത് എത്ര വലിയൊരു കാര്യമായിരുന്നു എന്നുള്ളത്. പിന്നീട് തിത്തിലിയുടെ അച്ഛൻ ഈ വിവാഹത്തിന് സമ്മതിക്കും. അങ്ങനെ സന്തോഷകരമായിട്ട് അവരുടെ വിവാഹം നടക്കുന്നു. ഇത് കാണിച്ചുകൊണ്ട് ഈ സിനിമ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഓൾസോ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ ടു ദിസ് വീഡിയോ. Bye.